നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജനുവരി 9-ന് നിരവധി ചിത്രങ്ങളാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ കാണുകയും അതിന്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനുവരി 9-ന് OTT റിലീസ് ചെയ്യപ്പെട്ട ഒരു മലയാള ചിത്രത്തെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചിത്രം 2024, 23, 24 കാലഘട്ടങ്ങളിലാണ് റിലീസ് ചെയ്തത്. ഒരുപാട് തിയേറ്ററിലൊന്നും റിലീസ് ചെയ്തിട്ടില്ല. ചെയ്ത തിയേറ്ററുകളിലൊക്കെ വലിയ ഫ്ലോപ്പുമായിരുന്ന ഒരു ചിത്രമാണ്. ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ പേര് മെമ്മറി പ്ലസ് എന്നാണ്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് പൂക്കാലം എന്ന ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന അനു ആന്റണിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളൊന്ന് പരിശോധിച്ചാലോ. KT മൻസൂർ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത മെമ്മറി പ്ലസ് എന്ന സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത കാലത്ത് മലയാള സിനിമ ലോക സിനിമയിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും മറ്റു ഭാഷയിലെ ചിത്രങ്ങൾ പോലും മലയാള സിനിമയെ നോക്കിക്കാണുന്ന സാഹചര്യത്തിൽ മികച്ച സിനിമകളാണ് മലയാളത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അത്തരം സിനിമകൾക്ക് അപമാനം നൽകാൻ വേണ്ടി ഇറങ്ങുന്ന കുറെ പൊട്ട സിനിമകളുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാനും അല്ലെങ്കിൽ മറ്റു പല ഉദ്ദേശങ്ങളുമായി ഇറങ്ങുന്ന സിനിമകൾ. അത്തരത്തിലിറങ്ങിയ ഒരു മോശം സിനിമയാണ് KT മൻസൂർ സംവിധാനം ചെയ്ത മെമ്മറി പ്ലസ്. ഒരു നല്ല കഥ ഉണ്ടായിരുന്ന സിനിമ പക്ഷേ തിരക്കഥയിലും സംവിധാനത്തിലും പാളി എന്ന് തന്നെ പറയാം. എന്താണ് പറയുന്നത് എന്നും എങ്ങനെ പറയണം എന്നും പലപ്പോഴും സംവിധായകനും തിരക്കഥാകൃത്തിനും അറിയില്ല എന്ന് തോന്നിപ്പോകും. മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന അനു ആന്റണിയുടെ കഥാപാത്രം വളരെ ഓർമ്മശക്തിയുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു വലിയ തറവാട്ടിൽ നിന്ന് പ്രണയിച്ച് ഇറങ്ങി വന്നതാണ് അനുവിന്റെ കഥാപാത്രം. എന്നാൽ അവളുടെ ഭർത്താവ് മയക്കുമരുന്നിന്റെ അടിമയായിരിക്കും. ഒരു മകളുമുണ്ട്. അങ്ങനെയിരിക്കെ അവളുടെ ഭർത്താവ് നാട് വിട്ടു പോകുന്നു. തുടർന്ന് ഭർത്താവിന്റെ അച്ഛനെ അമ്മയെയും നോക്കേണ്ട ചുമതല അവളിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവൾ ജോലിക്ക് പോയി തുടങ്ങും. അവളുടെ അടുത്തു തന്നെയുള്ള മെമ്മറി പ്ലസ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഷോപ്പിലാണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അവളുടെ ജീവിതവും അവളുടെ അടുത്ത വീട്ടിലെ ഒരു മുസ്ലിം കുടുംബത്തിന്റെയും കഥയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ആദ്യ ഭാഗം അല്പം മികച്ചതാണെങ്കിലും രണ്ടാം ഭാഗം ഒന്നിനും കൊള്ളില്ല എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടെ സഹോദരൻ ഇസ്മയിൽ വളരെ മികച്ച അഭിനയമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. തുടക്കത്തിൽ മികച്ച ഒരു സിനിമ എന്ന് തോന്നിയെങ്കിലും പിന്നെ പിന്നെ സിനിമ പ്രേക്ഷകനെ പതിയെ പതിയെ മടുപ്പിച്ചു എന്ന് തന്നെ പറയാം. ആദ്യ ഭാഗം മുതലേ നായികയ്ക്ക് ഒരു മകളുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ഏകദേശം 8-9 വയസ്സ് മാത്രമാണ് പ്രായം. എന്നാൽ സിനിമ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആ പെൺകുട്ടി മാത്രം പെട്ടെന്ന് വളർന്നു വലുതായി ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായി മാറുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ചുറ്റുമുള്ള ആളുകൾക്കൊന്നും തന്നെ പ്രായമാകുന്നില്ല. ഇതൊക്കെ സിനിമയിലെ വലിയ പോരായ്മകളിൽ ഒന്ന് തന്നെയാണ്. കൂടാതെ നായികയ്ക്ക് ജോലി കിട്ടി നായിക കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് 20-30 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥാപാത്രത്തെയായിട്ടാണ്. അത്രയും പ്രായം നായികയ്ക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അവരുടെ ബോഡിയിലോ ശരീരത്തിലോ ഒന്നും തന്നെ ഈ ഒരു പ്രായമായ അവസ്ഥയെ പരിഗണിക്കുന്നുമില്ല. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ചുറ്റുപാടുമുള്ള കഥാപാത്രങ്ങൾക്ക് വയസ്സാകുന്നുമില്ല. ഇത്തരത്തിൽ ഒരുപാട് വലിയ വലിയ പോരായ്മകൾ സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൂക്കാലം എന്ന ചിത്രത്തിലെ ശ്രദ്ധേയ വേഷം ചെയ്തിരിക്കുന്ന അനു ആന്റണിയാണ് നായികാ വേഷത്തിൽ എത്തിയിരിക്കുന്നത്. അനു ചില സീനുകളിലൊക്കെ വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ ഒന്ന് മമ്മൂട്ടിയുടെ സഹോദരനായ ഇസ്മയിൽ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രവും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് നവാസ് വള്ളിക്കുന്നാണ്. മോശമില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിനയം. നമ്മൾ മുമ്പ് മറന്ന അതേ ഒരു കഥാപാത്രം തന്നെ, പേരിൽ മാറ്റമുണ്ട് എന്നല്ലാതെ മറ്റു രീതിയിലൊക്കെ അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരേപോലെയാണെന്ന് നമുക്കറിയാമല്ലോ. ബാക്കി ഈ സിനിമയിൽ വന്നും പോയിട്ടുമുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ മോശമായ സെലക്ഷൻ ആയിരുന്നു. ഒരാൾ പോലും കൃത്യതയോട് കൂടി അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രേക്ഷകനോട് സംവദിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ആരും തന്നെ കാഴ്ചവെച്ചിട്ടില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒക്കെ വളരെ മോശം മോശം തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു ബഡ്ജറ്റിൽ എടുത്ത ചിത്രം എന്ന നിലയിൽ പോലും പ്രേക്ഷകന് ഈ സിനിമ അംഗീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിലും ചെറിയ ബഡ്ജറ്റിൽ ഇതിനേക്കാളും മികച്ച ചിത്രങ്ങൾ മലയാള സിനിമ കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്ങനെ തന്നെയായിരുന്നാലും ഒരു തവണ പോലും കാണാൻ പറ്റാത്ത ഒരു മലയാള സിനിമ എന്ന ലേബലിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് മെമ്മറി പ്ലസ്.